കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. സ്വർഗീയ രാജനീശോ മുൻപിൽ വന്നിടാ, കാരുണ്യ സാഗരേ സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിടാ, കാരുണ്യ സാഗരേ കാത്തുകൊള്ളണമേ. കാരുണ്യ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശക്തിയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിന്നിലെഴുതല്ലേ. സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിടാ, കാരുണ്യ സാഗരേ കാത്തുകൊള്ളണമേ. കാരുണ്യ സാഗരേ കാത്തുകൊള്ളണമേ.
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛനെ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾ നിന്നോട് സംസാരിക്കുന്ന ദൈവത്തെയാണ് നീ കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുന്നതിന് വേണ്ടി നീ നിന്നെ തന്നെ പ്രാർത്ഥിച്ചൊരുക്കണം. പല വിചാരം കൂടാതെ കേൾക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ വില്ലനെന്ന് പറയുന്നത് പല വിചാരമാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നാളെയാണല്ലോ ആ ഡേറ്റ് എന്ന് പറയും. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് പറയും, ദൈവമേ നാളെയാണല്ലോ ലാസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണല്ലോ എന്ന് പറയും. ഇതിനെ കൗണ്ടറായിട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ തലയെ പ്രാർത്ഥിച്ചിട്ട്, ഇപ്പം നമ്മൾ തലയെ കൈവച്ചതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ തലയെ കൈവച്ച് എപ്പോഴും സംരക്ഷണ പ്രാർത്ഥന ചെല്ലണം. സംരക്ഷണ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവാണ്. സംരക്ഷണ പ്രാർത്ഥന എപ്പോഴും തലയിൽ സമയത്ത് കൈവച്ച് സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിയാൽ ദൈവം കുറച്ച് കഴിയുമ്പോൾ നീ ഇത് സീരിയസ് ആണ്. ജോസഫച്ചൻ പറഞ്ഞതുകൊണ്ടാണ് നീ ചെല്ലണമെന്ന് ഈ ആഴ്ചയിൽ വിചാരിക്കത്തുള്ളൂ. ഈ ആഴ്ച 2-3 ആഴ്ച കഴിഞ്ഞും പിന്നെയും തലേ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയും നീ തന്നെ ചിന്തിച്ചിട്ടാണ് തലേ കൈ വെക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്ലസ് തരും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത്. ഭയങ്കര ദൈവത്തോടെ ജീവിക്കണത് എളുപ്പമാണ്, പാടുവാണ്. ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 12:30 നീ നിന്റെ ദൈവമായ കർത്താവിനെ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ബഹിസ്ഫുരണമായിട്ട് എക്സ്പ്രഷൻസ് ആയിട്ടാണ് പ്രെയർ വരുന്നത്. കാര്യം സ്നേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ട് എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പോൾ നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥന വിശ്വാസത്തിൽ നിന്നുണ്ടാകാം, പ്രത്യാശയിൽ നിന്നുണ്ടാകാം. പക്ഷേ ദൈവം അവിടെ കുറിച്ച് വെക്കണത് സ്നേഹത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരത്തില്ലല്ലോ. പക്ഷെ സ്നേഹത്തിലാണ് വന്നിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്നേഹത്തിലല്ല. വസ്തുവിനോട് സ്നേഹമുണ്ട്, അത് വിറ്റ് മകളോട് സ്നേഹമുണ്ട്. എന്താണ്? അവളെ കെട്ടിക്കണമെങ്കിൽ വസ്തു വിൽക്കണം, അതിനാണ് വന്നിരിക്കുന്നത്. ഇത് ദൈവത്തിനറിയാം, അതാണ് കുഴപ്പം. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം വിഷയത്തോടും വിശ്വാസം ദൈവത്തോടുമായിട്ടാണ് ഇപ്പോൾ മറിഞ്ഞു കിടക്കേണ്ട ഈ സംഭവം. അതൊന്ന് തിരിച്ചിടണം. എന്ത് ചെയ്യണം? ഇവിടെ വരുമ്പോൾ സ്നേഹം ദൈവത്തോടായിരിക്കണം. ഇപ്പം സ്നേഹം എന്താണ്? ഒരു കുഞ്ഞുണ്ടായിരുന്നു, എത്ര പേർക്ക് കുഞ്ഞുണ്ട് കർത്താവ്, എനിക്ക് മാത്രം കുഞ്ഞില്ലെന്ന് പറയും. ഇതല്ലേ ഈ ആവരാതിയല്ലേ പറയണത് മക്കളില്ലാത്തവർ. ഈ ടിജിയുടെ ഒരു സാക്ഷ്യത്തിൽ എന്താ പറയണമെന്ന് അറിയാമോ? ടിജി എന്ന് പറയണത് ടിജിയുടെ ഭർത്താവ് ജസ്റ്റോടെ അനിയൻ സംസാരിക്കത്തില്ല. ജസ്റ്റോടെ അനിയൻ സംസാരിക്കത്തില്ല. ആ അനിയൻ്റെ വൈഫിനെ അവർ സംസാരിക്കാത്ത കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന ജീവിത പങ്കാളിയും സംസാരിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും കേൾക്കാനും പാടില്ല, സംസാരിക്കാനും പാടില്ല. കേൾക്കാനും പാടില്ല. അത് ഈ ടിജിയുടെ അനിയന്, ഭർത്താവിൻ്റെ അനിയന് സംസാരിക്കാനും പാടില്ല, കേൾക്കാനും പാടില്ല. അതുപോലെ തന്നെ ജീവിത അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതുപോലെ ഒരാളാണ്. അതുങ്ങൾക്ക് രണ്ടുപേർക്കും കേൾക്കാനും പാടില്ല, സംസാരിക്കാനും പാടില്ല. ഇത് സങ്കടമാണ്. ഇപ്പോൾ എന്താ പ്രശ്നിക്കുന്നത്? 8 കൊല്ലമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുമില്ല. അപ്പോൾ ടിജിയും ഹസ്ബൻഡും വിചാരിച്ച് ഒന്നാമത്തെ അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് സങ്കടമാണ്. പിന്നെ ഒരു കുഞ്ഞെങ്കിലും കിട്ടിയെങ്കിൽ അവരതിൻ്റെ സന്തോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവരോടത് കൺവേ ചെയ്യാൻ പറ്റണില്ല. കാര്യം ഈ 8 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പോഴാണ് പിന്നെ ഇവർ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അങ്ങനെ ടിജി ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്ത് അതെല്ലാം കേട്ട് അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തപ്പോൾ അവളുടെ നിയോഗത്തിൽ അവൾ പറഞ്ഞു, എൻ്റെ അനിയത്തിക്ക് കുഞ്ഞുങ്ങൾ വേണം കർത്താവ് എന്ന് പറഞ്ഞു. അവൾക്കതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കാമല്ലോ, പക്ഷേ അവർക്ക് കേൾക്കാനും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇവർക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആര്? ടിജിയുടെ അനിയത്തിക്ക് അറിയത്തില്ല, ഭർത്താവിനും അറിയത്തില്ല.
അവരെ ഉടമ്പടി പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ടിജി എന്ത് ചെയ്ത്, ടിജി ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് അവളുടെ വയറ്റിൽ അടിവയറ്റിൽ കുറിച്ചിട്ട് ഇടച്ചൻ പറഞ്ഞ്, ഈശോ ഞാനീ കുറിച്ചിട്ട് എന്താണെന്ന് അറിയാമോ, അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയും. ഇത് കമ്മ്യൂണിക്കേഷൻ പണ പോക്ക് കണ്ടില്ലേ? അങ്ങനെ ഇവർ ഉടമ്പടി തൈലം എല്ലാ ദിവസവും കുറിച്ച് വരക്കും. അവളുടെ വയറെല്ലാം കൊണ്ട് കുറിച്ചിട്ട് കൊടുക്കും. ഇവളുടെ വയറെല്ലാം കുറിച്ച് വരച്ചിട്ട് അത് അവളുടെ വിശ്വാസപ്രമാണം ചെല്ലിയാണ്. പക്ഷേ അവൾ വിശ്വാസപ്രമാണം ചെല്ലാൻ അവൾക്ക് അറിയത്തില്ല, സംസാരിക്കത്തില്ല, വിശ്വാസപ്രമാണം അറിയത്തുമില്ല. അതുകൊണ്ട് ആക്ടിവേഷനൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ടിജി എന്ത് ചെയ്യും, അവളുടെ വയറ്റെ കുറിച്ചിട്ട് വെച്ചും അതുപോലെ തന്നെ അനിയത്തിൻ്റെ വയറെല്ലാം കൊണ്ടൊരു കുറിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. ഒരു ദിവസം അവളുടെ വീട്ടിൽ മാതാവ് വന്ന് ഈ ഒക്ടോബർ മാസം, അപ്പോൾ അവർ ഉടമ്പടി ജീവിക്കുകയാണ്. അപ്പോൾ ഉടമ്പടി ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടിക്കാർക്ക് ഒക്ടോബറും മെയ്യും പ്രധാനപ്പെട്ട മാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്നോട് കർത്താവ് ഒരു ദിവസം പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഓർക്കും അച്ഛൻ പറഞ്ഞു ഒക്ടോബറും മെയ്യും, അപ്പം പിന്നെ മറ്റു മാസങ്ങളെല്ലാം എന്ത് ചെയ്യും, എല്ലാ മാസവും ദൈവാനുഗ്രഹം ഉണ്ടാകും. പക്ഷേ ഇത് പ്രത്യേക ഒരു നല്ലൊരു മാസമാണ്. മാതാവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമുള്ള മാസമായിട്ടാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം ആൾക്കാരോട് പറയും, കൃപാസനത്തിൽ എപ്പോഴും നല്ല വലിയ സംഭവമൊക്കെ നടക്കുന്നത് മെയ് മാസത്തിലും ഒക്ടോബർ മാസത്തിലുമാണ്. അപ്പോൾ ഇവളെന്ത് ചെയ്യുന്നറിയാമോ, ഇവൾ ഒക്ടോബർ മാസത്തിൽ ഉടമ്പടി എടുത്തിട്ട് അവൾ കൊണ്ടുപോയി ഈ തൈലം തേക്കും. അപ്പോൾ എന്നിട്ട് അമ്മയോട് പറയും, അമ്മേ ഞാൻ നിൻ്റെ മാസത്തിലാണ് ഞാൻ തൈലം തേച്ചിരിക്കുന്നത്. അവൾക്ക് കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അത് അമ്മ തന്നതാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇപ്പം ഭയങ്കര ഡയലോഗ് രസമാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും. ഇതുപോലെ ദൈവത്തോട് സംസാരിക്കണം മക്കളെ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വൃത്തിയും മെനയോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സംസാരിക്കുന്ന ഒരു കുഴപ്പമുണ്ടാകത്തില്ല. അമ്മ അതെല്ലാം കേൾക്കുകയും ചെയ്യും. ഇപ്പം എന്നാ പറ്റുമെന്ന് വെച്ചാൽ, ഒരു ദിവസം അവിടെ വീട്ടിൽ അതുപോലെ ഒക്ടോബർ മാസം ഉടമ്പടി എടുത്ത് ഒരു ദിവസം അവിടെ കൊന്ത മാസം അവിടെ വീട്ടിൽ മാതാവ് വന്ന്, ഇടവകയിലൊക്കെ മാതാവിനെ കൊണ്ടുപോകത്തില്ലേ, ഒരു മാസത്തേക്ക് വെക്കത്തില്ല ഒരു വീട്ടിൽ. അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, മാതാവ് തിരിച്ചു പോകാൻ നേരത്ത് അമ്മായിയമ്മ പറഞ്ഞ്, നിൻ്റെ വയറ്റിൽ ഇത് തേച്ചിരിക്കണമല്ലേ, മാതാവിനെ നീ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. മാതാവിന് ഇവളെടുത്ത് കൊടുക്കുകയും പെട്ടെന്ന് കറണ്ടടിച്ച് രൂപത്തിൽ നിന്ന് ശക്തി അടിച്ച്. അപ്പോഴുടനെ ഇങ്ങനെ അവൾ പറഞ്ഞു, ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ മറ്റവർക്ക് കാര്യം അവരോട് ടെസ്റ്റ് ചെയ്ത്, അപ്പോൾ അവൾ പ്രഗ്നൻ്റായി. മനസ്സിലായില്ലേ? ഇത് നമ്മളവർക്ക് ഇതൊന്ന് കേട്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ദൈവം അങ്ങനെ ജീവിക്കുക, ദൈവം ഇങ്ങനെ കൂടങ്ങ് ജീവിക്കുക. നമ്മളൊന്ന് ഒരു മിനിമം ഒരു സത്യസന്ധത കാണിച്ചാൽ മതി. നമ്മളിതൊരു അലംഭാവത്തോടെ കണ്ടിട്ടാണ് ദൈവത്തിന് ഭയങ്കര സങ്കടമാണ് നമ്മുടെ ഉടമ്പടിയെ. കാര്യം ദൈവത്തിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഈ സത്യക്കേടുള്ള സ്ഥലത്ത് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഈ ഊട്ട കൊണ്ട് കണ്ണടച്ച് ഇരുട്ട് കൊണ്ട് ഊട്ടടക്കുകയൊക്കെ ചെയ്ത് ഉടമ്പടി ഒപ്പിക്കത്തില്ലേ? അങ്ങനെ ഒപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും ദൈവത്തിന്. കാര്യം നമ്മുടെ സത്യക്കേടുണ്ടല്ലോ, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ദൈവത്തിന് കാര്യം ദൈവത്തിന് ഇപ്പം ഇവളുടെ കാര്യം ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം കമ്പനി എന്താ പറഞ്ഞത്? ഇപ്പം അവൾ പ്രഗ്നൻ്റായി, അവൾ ആ കുഞ്ഞിനെയും കൊണ്ടാണ്, ആ കണ്ണും കാണാൻ ചെവിയും കേൾക്കാൻ പോലെ സംസാരിക്കാത്ത ചേച്ചി ആ ഭർത്താവും ഈ ടിജിയും എല്ലാവരും കുഞ്ഞിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ കുഞ്ഞിനെക്കുറിച്ച് ടിജി പറയണത് എന്തറിയാമോ? നോക്കിയേ, അപ്പന് സംസാരിക്കാൻ പറ്റത്തില്ല, അപ്പന് കേൾക്കാനും പറ്റത്തില്ല, അമ്മയ്ക്കും കേൾക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് തന്ന കുഞ്ഞിന് കേൾക്കുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാവുന്നു. അപ്പം ദൈവം തന്നു കഴിയുമ്പോൾ പിന്നെ ഒന്നും നോക്കത്തില്ല, അവിടെ മെരിട്ടും ഡീമെരിട്ടും ഒന്നും നോക്കത്തില്ല. അതാണ് എൻ്റെ വിഷയം. അപ്പം ദൈവത്തിന് സത്യസന്ധമായ ആൾക്കാരെ കിട്ടണം, വിശ്വസ്തതയുള്ള ആൾക്കാരെ കിട്ടണം. ഈ ഉടമ്പടി എന്ന സംവിധാനത്തിന് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് ജനങ്ങളെല്ലാം ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരാൻ വേണ്ടിയാണ്. നിനക്കറിയാലോ, ദൈവം ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ദൈവം ചെയ്യുന്ന ഒരേ ഒരു പരിപാടി ഉടമ്പടിയാണ്. അപ്പോൾ എന്തിനാണ് ഉടമ്പടി ചെയ്യണത്? ഈ നമ്മളെല്ലാവരും ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരണം. വിശുദ്ധീകരണത്തിന് ശക്തീകരണത്തിന് ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരണം. എന്നിട്ട് ദൈവത്തോട് ബയലാട്ടറായിട്ട് ഉഭയകക്ഷിയായിട്ട് ദൈവതിരുസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷന് ഒരു ബ്ലോക്കുമില്ല.
ഇപ്പം എന്താ ഷിജി പറയണത്? കമ്പനിയിലെ ബസ് എന്ന് പറഞ്ഞ ആൾ, ആ കമ്പനിയാണ് ഇക്വാലൻ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഈ 10ാം ക്ലാസ്സുകാരന് ഇവിടെ ഓട്ടോമൊബൈൽ എടുത്ത ആളിന് അവിടുത്തെ തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവിടുത്തെ കമ്പനി, ബസ് എന്ന കമ്പനിയാണ് കൊടുക്കേണ്ടത്. അവർ പറയും നിങ്ങൾക്ക് തരത്തില്ലെന്ന് പറയും. തരത്തിലെന്ന് പറയുമ്പോൾ ഈ ടിജിയുടെ ഹസ്ബൻഡ് പറയും, ദൈവമേ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതും കാശ് മുടക്കിയതും കഷ്ടപ്പാടെ തിരിച്ചു പോരേണ്ടി വരിക എന്ന് പറയുമ്പോൾ ടിജി പറയും, നോ അവർ കമ്പനി മാത്രമാണ്, കർത്താവല്ല. കർത്താവ് ആരാണ്? യേശുക്രിസ്തുവാണ് കർത്താവ്. വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം യേശു കർത്താവാണ് എന്ന് എന്ത് ചെയ്യണം? അധരം കൊണ്ട് ഏറ്റുപറയണം. പിന്നെ എന്ത് ചെയ്യണം? ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഭയങ്കര വിശ്വാസമാണ്. അതായത് ഹൃദയത്തിൽ വിശ്വസിക്കണത് എന്താണ്? മരിച്ച യേശുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ്. അപ്പം മരണപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് ഉള്ളത്? വിശ്വാസമാണുള്ളത്. അതെന്താണ്? ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യേശുവിനാണ് വിശ്വസിക്കേണ്ടത്. യേശു ആരാണെന്നാണ് വിശ്വസിക്കുന്നത്? യേശു കർത്താവാണെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കണം. രക്ഷ എന്ന് പറയുന്നത് ഒരു സംവിധാനമോ ഒരു ആശയമോ ഒന്നുമല്ല, ഒരു പേഴ്സണാണ് രക്ഷ. അതാണ്, അതായത് എല്ലാ വിഷയങ്ങളിലും ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ആൻസർ എന്ന് പറയുന്നതിൻ്റെ കാരണം ഈശോ എന്താ പറയണത്? ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കണം. എന്താ കാരണം? ഒരാശയം ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നല്ല, മറിച്ച് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കണ്ണുകളടച്ച് ഹൃദയത്തിൽ കൈകൾ വെച്ച് ആർദ്രതയോടെ കർത്താവിൻ്റെ വാക്കുകൾക്ക് വേണ്ടി യാചിക്കുക. പൂർണ്ണതയെ ഒരുമിച്ച് പാടാം. സന്തോഷമേ ആനന്ദത്തെ പൂർണ്ണതേ ശാശ്വതമാ സന്തോഷമേ ആനന്ദത്തിൻ പൂർണ്ണതേ ശാശ്വതമാ സന്തോഷമേ ആരാധന ഈശോ ക്രൂശിക്കപ്പെട്ടവനെ മുറിവേറ്റവനെ
പരിശുദ്ധമായ രക്തത്താൽ അങ്ങയുടെ മക്കളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തം എല്ലാ മക്കളിലേക്കും വീശട്ടെ. മാരക രോഗങ്ങള്, പീഡാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ദൈവപൈതലേ, നിന്റെ കണ്ണ് കൈകൾ കൂപ്പിക്കൊണ്ട്, നിന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിന്റെ അകക്കണ്ണിൽ നിന്റെ കർത്താവിനെ കാണും. ദൈവപൈതലേ, മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിന്നെ വിളിച്ചത് നിന്റെ കർത്താവാണ്. നിന്നെ ഈ മഴക്കാലത്ത് തോരാതെ മഴ പെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലെ തോരാത്ത കണ്ണീരിൻ്റെ കാലമാണിത്. ഭവനരഹിതര്, വീടില്ലാത്തവർ, സമാധാനമില്ലാത്തവർ, മക്കളില്ലാത്തവർ, ഭാര്യാഭർത്താവ് അകം താമസിക്കുന്നവർ, ജപ്തി ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നവർ, ജീവിക്കാൻ മാർഗമില്ലാത്ത തൊഴിൽ നഷ്ടപ്പെട്ടവർ, മാരക രോഗികൾ കണ്ണീരോടെ കർത്താവിന്റെ ദിവസം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്നെ സ്പർശിക്കുകയും നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളാണിത്. മൗനമായി പ്രാർത്ഥിക്കേണ്ട ദൈവപൈതലേ, നീ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്? കർത്താവ് എന്തിനാണ് നിന്നെ വിളിച്ചത്? നിൻ്റെ അവസ്ഥ എന്താണ്? നിനക്ക് വിടുതൽ വേണ്ട മേഖലകൾ എന്താണ്? ആരാണ് നിന്നെ ഭീഷണിപ്പെടുത്തുന്നത്? ഏത് കേസിലാണ് നീ പെട്ടിരിക്കുന്നത്? എന്താണ് നിൻ്റെ ഉറക്കം കെടുത്തുന്നത്? എന്താണ് നിൻ്റെ പ്രഷർ കൂട്ടുന്നത്? നീ ഇന്ന് കർത്താവിൻ്റെ തിരുസ്ഥാനം കണ്ണീരോടെ യാചിക്കുന്നത്? അതിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കട്ടെ. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് ഈ നിമിഷം കൃപാസൻ ജീവിത ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട ജീവനുള്ള അമ്മ നിനക്ക് വേണ്ടി ഇപ്പോൾ ദിവ്യകാരുണ്യത്തോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സമയമാണ്. നീ മൗനമായി പ്രാർത്ഥിക്കട്ടെ, ഭക്തിയോടെ പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് നീ എത്രയും വേഗം സാക്ഷ്യം പറയാൻ നിനക്ക് കഴിയുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി. കൈകൾക്ക് ഒപ്പി കണ്ണുകളടച്ച് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ ജീവിത വഴികൾ പിടഞ്ഞു വീഴുമെന്ന് കർത്താവ് പറഞ്ഞു. അതാണ് നിന്റെ കർത്താവ്. നീ വീഴാനോ നീ തകരാനോ ആഗ്രഹിക്കാത്ത നിന്റെ ദൈവം നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, നീ നിത്യമായി ജീവിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, നിനക്ക് വേണ്ടി തിരുരാൽ മുറിവേറ്റവൻ, നിനക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവൻ. അവൻ നിൻ്റെ ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. നിൻ്റെ ഉന്നതമായ വിജയകരമായ വലതുകരത്താൽ നിന്നെ കോരിയെടുത്ത് അരുളി ചെയ്യുന്നു. നീ വിജയിക്കുമെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. സംഭാവനാശീർവാദം സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ സ്നേഹിക്കുവാൻ ഈശോയെ, കാരണം ഈ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഈശോയെ നിന്നെ കണ്ടുകൊണ്ട് ചെയ്യുവാൻ അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നു. വിശേഷവിധിയായി ചെയ്തുകൊണ്ട് ഈശോയെ കൃപ കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേകമായ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എത്രയും വേഗം ഞങ്ങളെ ഓരോരുത്തരെയും ഈ അൾത്താരയിൽ നിർത്തണമേ എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ ആവേ മരിയ. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർമുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ